ലോകം ഇന്ത്യയെ തിളങ്ങുന്ന നക്ഷത്രമായി കാണുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശരിയായ പാതയിലാണ് എന്നാണ് അവകാശവാദം. 7 ലക്ഷം വരെ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകമാന വികസനം, പശ്ചാത്തല വികസനം, യുവാക്കളുടെ കരുത്ത്, ധനകാര്യ വിഭാഗം പോലുള്ള 7 മേഖലകൾക്ക് മുൻഗണന നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നഗരവികസനത്തിന് 10,000 കോടി, മൂലധന നിക്ഷേപം 10 ലക്ഷം കോടിയായി ഉയർത്തിയിട്ടുണ്ട്. റെയിൽവേക്ക് 2.4 ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. PM ആവാസ് യോജനയ്ക്ക് 79,000 കോടി, ഗതാഗത മേഖലയ്ക്ക് 75,000 കോടി. 2025-26 ധനക്കമ്മി 4% താഴെയാകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ബജറ്റ് പ്രായോഗികമാണോ, ജനപ്രിയമാണോ? അതാണ് ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം അതിഥികൾ ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ, അതുപോലെ നിർമ്മൽ എബ്രഹാം, സാമ്പത്തിക നിരീക്ഷകൻ, ഒപ്പം BJP നേതാവ് ശ്രീ പത്മനാഭൻ, സാമ്പത്തിക വിദഗ്ധൻ ബിനു ജോസഫ് എന്നിവരും ചേരുന്നു. ആദ്യം ശ്രീ പത്മനാഭനിലേക്ക്. വലിയ അവകാശവാദങ്ങൾ വച്ചുകൊണ്ടാണ് ഈ ബജറ്റ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. അതേസമയം വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് കടബാധിതനായ സാധാരണ ഇന്ത്യക്കാരന് ഒന്നും ഈ ബജറ്റിൽ നിന്ന് കിട്ടാനില്ല എന്നാണ്. എന്ത് പറയുന്നു ശ്രീ പത്മനാഭൻ? എങ്ങനെ കാണുന്നു ഈ വിമർശനത്തെ? അല്ല, ഈ 10 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വികസനം കൊണ്ടുവരാനുള്ള പൈസയാണോ? അതിന്റെ അന്തിമമായി അതിന്റെ ഗുണഭോക്താക്കള് സാധാരണക്കാരായിരിക്കില്ല. പിന്നെ ഇവിടെ ആവാസ് യോജന പദ്ധതിക്ക് 79,590 കോടി രൂപയാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ. പിന്നെ 9 കോടി പൈപ്പ് കണക്ഷൻ, കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 70,000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതാർക്ക് വേണ്ടിയാണ്? കുടിവെള്ളത്തിന് പോലും ആക്സസ് ഇല്ലാത്ത സാധാരണക്കാരന് വേണ്ടിയാണ്. 15,000 കോടി രൂപയാണ് ട്രൈബൽ വെൽഫെയർ, ആദിവാസി ക്ഷേമത്തിന് വേണ്ടി. അതായത് ആദിവാസികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമുക്കറിയാം, 748 ഏകലവ്യ സ്കൂളുകൾ ആരംഭിക്കാം. 38,800 അധ്യാപകരെ അവിടെ നിയമിക്കാൻ പോകും. പിന്നെ 6,000 കോടി രൂപയാണ് നമ്മുടെ മത്സ്യബന്ധന മേഖലയ്ക്ക്. അത് അഡീഷണൽ ആയിട്ട് കൊടുത്തതാണ്. നിലവിൽ കൊടുക്കുന്നതിന് അഡീഷണൽ ആയി കൊടുത്തതാണ്. തീർച്ചയായും ശ്രീ പത്മനാഭൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ തർക്കമില്ല. ഏതായാലും ശ്രീ നിർമ്മൽ എബ്രഹാം, വളർച്ചാ നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഉത്തേജകമാകാൻ ഈ ബജറ്റിന് കഴിയും എന്ന് കരുതേണ്ടതുണ്ട്. ഗ്രോത്ത് റേറ്റ് എക്കണോമിക് സർവേ പ്രഡിക്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ അല്പം പുറകോട്ട് പോകുമെങ്കിലും 6 to 6.8% അടുത്ത വർഷം മോശമല്ലാത്തൊരു. ഈ വർഷം എന്തായാലും ഒരു സാമ്പത്തികമായി ഒരു കുറച്ച് പുറകോട്ട് വരും എന്ന് എക്കണോമിക് സർവേയും ഈ IMF-ഉം എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ അടുത്ത വർഷം കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാൻ രാജ്യത്തിനാകുമെന്നാണ് ആകമാനമുള്ള ഒരു പ്രതീക്ഷ. അപ്പോൾ ഇന്ത്യ റിവൈവ് ചെയ്യുന്നു എന്നതാണ്. ആ റിവിഷനോടൊപ്പം നിൽക്കുന്നോ ഈ ബജറ്റും? അല്ല, റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഓരോ സെക്ടർ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഇൻകം ടാക്സിന്റെ കേസിൽ പറഞ്ഞു, എന്നെയോ അല്ലെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെയും ഈ 7 lakh എന്നുള്ള ടാക്സ് റിബേറ്റിന്റെ ലിമിറ്റ് വർദ്ധിപ്പിച്ചത് സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും, ഒരു സംശയമില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരുവിധം ഇപ്പോഴൊരു ലാർജ് ചങ്ക് ഓഫ് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാ, അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ജോലികൾ ചെയ്യുന്നവരാ, താഴെ തട്ടിലുള്ള. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു കൂലിപ്പണിക്കാരൻ ഒരിക്കലും വീട്ടിലോട്ട് ഉറങ്ങാൻ പോകുന്നത് എനിക്ക് എന്ത് ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും ചിന്തിച്ചുകൊണ്ടല്ല. അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എന്റെ ദിവസം തള്ളി നീക്കും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 7 lakh എന്നുള്ള ടാക്സ് എക്സംഷൻ കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്നത് പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസസ് എന്നുള്ളൊരു ഫാക്ടറാണ്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചെലവുകൾ ഞാൻ നേരത്തെ ഇൻകം ടാക്സ് അല്ല അവർ ഭയക്കുന്നത് പാചക ചെലവുകൾ, യാത്രാ ചെലവുകൾ, നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനുള്ള ചെലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ അവിടെ എന്നുള്ളത് നിരാശാജനകമാണ്. ബിനു ജോസഫ്, ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമുക്ക് ഒപ്പം ബിനു ജോസഫ് കൂടി ചേരുന്നുണ്ട്. ബിനു ജോസഫ്, ഈ ടാക്സ് സ്ലാബിലുള്ള ഒരു പരിഷ്കരണം ഒരു ബജറ്റിന് ജനപ്രിയമാണെന്ന് പ്രഖ്യാപിക്കാൻ അത് മാത്രം മതിയോ? മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഈ ബജറ്റിനെ ജനപ്രിയമാക്കി ഉയർത്തി കാണിക്കാൻ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്താണത്? എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോഴത്തെ ഈ ആഗോള സാഹചര്യം, രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക രംഗത്തുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിനെ നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ ബജറ്റിന് മുന്നിലുണ്ട്. ഒന്ന്, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ലോക സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഘട്ടം. രണ്ടാമത്തേത്, 2014 ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടം. ഒപ്പം 5 ട്രില്യൺ എക്കോണമിയിലേക്ക് നടന്നു നീങ്ങുകയാണ് രാജ്യം. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാക്കാനും ഉതകുന്ന ഒരു ബജറ്റായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ളൊരു ബജറ്റാണ് ഇന്ത്യയിൽ ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നാണ് BJP നേതൃത്വങ്ങളുടെ അവകാശവാദം. ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു എന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തകളാണ് വരുന്നത് എന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കാൻ കഴിയുന്ന ഉതകുന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് BJP നേതൃത്വത്തിൻ്റെ ഒരു അവകാശവാദം. അതേസമയം തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ട് ഉള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കർണാടകയ്ക്ക് പ്രത്യേക പാക്കേജ് നൽകിയതും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് എന്ന ആരോപണം ഒരു വശത്തുയരുന്നു. അപ്പോൾ ജനപ്രിയമായ ഒരു ബജറ്റാണോ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്, അതോ പ്രായോഗിക തരത്തിൽ ഉള്ള ഒരു ബജറ്റാണോ എന്നതാണ്. ഏതായാലും റെയിൽവേക്കുള്ള നീക്കിയിരിപ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 9 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. കാർഷിക വായ്പ 20 ലക്ഷം കോടിയായി ഉയർത്തിയിരിക്കുന്നു. യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക ഫണ്ട് നീക്കുന്നു. അങ്ങനെ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമൊക്കെ പുതിയ ഉണർവ് പുതിയ മേഖലയ്ക്ക് ഉണരും എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന. ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ ബിനു ജോസഫ് ചേരുന്നു. ബിനു ജോസഫ്, താങ്കൾ ഈ ടാക്സ് റെജിമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ മറ്റ് എന്ത് കാര്യങ്ങൾ ഈ ബജറ്റ് ഊന്നിപ്പറയുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ഈ ടാക്സ് റിബേറ്റ്, ടാക്സ് ഇളവ് വരുത്തിയത് വലിയ രീതിയിൽ ഇന്ത്യൻ എക്കോണമിയെ വരുന്ന വർഷങ്ങളിൽ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോഴും രാജ്യത്ത് നാണ്യപ്പെരുപ്പം അത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെട്രോളിയം ഡീസൽ പ്രൈസസ് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മിഡിൽ ക്ലാസ് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാക്സ് ഇളവ് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ട് സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിന്റെ കയ്യിലേക്ക് വരും. അപ്പോൾ അതുവഴി കൂടുതൽ ഉപഭോഗം, കൺസംഷൻ രാജ്യത്ത് വരും. അത് തുടർന്ന് എക്കോണമിയെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. നമുക്കറിയാം, ആഗോളതലത്തിലെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു സ്ലോ ഡൗൺ, ഒരു സാമ്പത്തിക മാന്ദ്യം ഈ 2023 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയാണ് ഇപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും വലിയ വളർച്ച ഈ കഴിഞ്ഞ വർഷം കാണിച്ചത്. അത് അതേ രീതിയിൽ തന്നെ ശക്തമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ രാജ്യത്തെ ഉപഭോഗം വളരെ ശക്തമായിട്ട് തന്നെ വർദ്ധിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ് ടാക്സ് ഇളവ് നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിലേക്ക് ഒരു വലിയ തോത് ബജറ്റിൽ നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 5 വർഷം മുമ്പിലത്തെ ബജറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ GDP-യുടെ 1.7% ആയിരുന്നെങ്കിൽ ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നീക്കി വെച്ചിരിക്കുന്നത് GDP-യുടെ 3.3%, 3 ഇരട്ടി വർധനമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നിർബൽ എബ്രഹാം, അങ്ങനെ ധരിക്കാനാകുമോ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു, ഒപ്പം ഇൻകം ടാക്സിൽ ഉണ്ടാകുന്ന സ്ലാബിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഇതൊക്കെ എക്കോണമിക്ക് സമ്പദ്ഘടനയ്ക്ക് പുതിയ ഊർജം നൽകും എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും നൽകും. ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസ് 1 ലക്ഷം കോടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും റോഡ് പ്രോജക്ട്സും എല്ലാം അതിൽ പെടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയ്യിൽ പൈസ വരും, ഡിസ്പോസിബിൾ ഇൻകം വരും, സ്പെൻഡിങ് കൂടും. ഒന്ന്, ടാക്സിന്റെ കേസിൽ ഇത് തന്നെ സംഭവിക്കും. ഇപ്പൊ 7 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടി കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കാം എന്നൊരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ കൺസംഷൻ കൂടും. കൺസംഷൻ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു മൂവ് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഗ്രോത്തിനെ ഇത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെ കരുതാം. ഈ അഗ്രികൾച്ചർ സെക്ടറിന് ആണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായ ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് വലിയ കട ആശ്വാസ പദ്ധതികളൊക്കെയായുള്ള ബജറ്റുകൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കാൻ ഈ ബജറ്റിന് കഴിയുമോ? കടാശ്വാസം എന്നത് ഒരു വലിയ പ്രശ്നമായി തന്നെ സാധാരണ ഇന്ത്യൻ കർഷകന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഈ കാർഷിക മേഖലയ്ക്ക് എന്ത് തരം പ്രാധാന്യമാണ് ഈ ബജറ്റ് നൽകുന്നത്? നിർമ്മല എബ്രഹാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കുടുംബത്തിലെ 8 അല്ലെങ്കിൽ 10 മെമ്പേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പ്രാധാന്യം നൽകിയിരിക്കുന്ന അഗ്രികൾച്ചർ സെക്ടറാണ്. അതാണ് ഏറ്റവും നിരാശാജനകം. കാരണം ഇതിന്റെ അകത്ത് പറയുന്ന ഇപ്പൊ ഈ ലോൺ സംബന്ധിച്ച ഇൻസെന്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വഴി പോകുന്നതാണ്. അതൊന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ഫാമറിനെ സഹായിക്കുന്ന രീതിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ പ്രപ്പോർഷനേറ്റ് അല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇപ്പോഴും ലാർജ്ലി ഒരു അഗ്രികൾച്ചറൽ എക്കോണമി തന്നെയാണ് ഇന്ത്യ. അപ്പൊ എത്ര ശതമാനം ആളുകളാണ് ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്? അപ്പൊ അവർക്ക് ആ ഒരു പ്രപ്പോർഷണൽ ബെനിഫിറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതേപോലെ താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ സാധാരണക്കാരുടെ അഗ്രികൾച്ചർ മാറ്റി നിർത്തി താഴെക്കിടയിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ PM ആവാസ് യോജന തീർച്ചയായിട്ടും സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം CLSS സ്കീം വഴി, ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം വഴി ഹൗസിംഗ് ഒത്തിരിയും കൂടെ അഫോർഡബിൾ ആകും എന്നുള്ളത് സത്യമാണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിന് നേരത്തെ ചോദ്യത്തിന് പ്രപ്പോർഷണൽ ആയിട്ടൊരു ഇത് കൊടുത്തിട്ടില്ല, ഒരു പ്രാധാന്യം നൽകിയിട്ടില്ല. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നെഗറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. ബിനു ജോസഫ്, വീടുകൾ കൂടുതൽ വരുന്നു, ഇടത്തരക്കാരനും അതുപോലെ മിഡിൽ ക്ലാസ്സിനുമൊക്കെ വലിയ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ ബഡ്ജറ്റിനകത്തുണ്ട്. പക്ഷേ അത് മതിയോ? സാമ്പത്തികമായി ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ ഈ ബജറ്റ് പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് കരുതാനാകുമോ? നമ്മളിപ്പോൾ ഇവിടെ വേറൊരു സാഹചര്യം നോക്കണം. ഇപ്പോൾ നമുക്കറിയാം, ചൈനയിൽ നിന്നും ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ചൈന ആയിരുന്നു ഇത്രയും നാള് ലോകത്തിന്റെ മാനുഫാക്ചറിങ് ഹബ്ബ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത് ചൈനയിൽ നിന്ന് മാറിയാലോ എന്ന് കമ്പനികൾ ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ്. പക്ഷെ ഈ ഒരു സമയത്ത് രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം വരണമെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പ്രൈവറ്റ് കമ്പനികൾക്ക് നോക്കുമ്പോൾ അത്രമാത്രം ഒരു വലിയ ഒരു ഭാവി കാണുന്നില്ല. അപ്പോൾ ഗവൺമെന്റ് വേണം മുൻപോട്ട് ഇറങ്ങാനായിട്ടും കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ടും. അപ്പോൾ അതാണ് ഈ കഴിഞ്ഞ 2 വർഷത്തെ ബജറ്റില് കാണാൻ കഴിയുന്നത്. പ്രൈവറ്റ് സെക്ടറിന് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയ ബൂസ്റ്റ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉണ്ടോ? കാരണം കഴിഞ്ഞ വർഷം അത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തു ശ്രീ ബിനു ജോസഫ്. കാരണം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു എന്ന ആരോപണം ഒരു വശത്തുണ്ടായി. സാധാരണക്കാരനെ അവഗണിക്കുന്ന ബജറ്റ് ഈ ഉന്നതരെ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനമാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. പക്ഷേ ഈ തവണത്തെ ബഡ്ജറ്റിൽ അങ്ങനെ ഉണ്ടോ? അത് എന്ത് തോന്നുന്നു? അല്ലെ, ഇതിനകത്ത് ഫാക്ടർ ഇതാണ്. ഇവിടെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ മുൻപോട്ട് ഇറങ്ങിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എക്കോണമി നിശ്ചലമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം,
ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് രാജ്യത്തിന്റെ എല്ലാ സൈഡിലേക്കും വികസനങ്ങൾ ചെല്ലുകയാണ്. കൂടുതൽ റോഡുകളും കൂടുതൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കും കൂടെ അതിന്റെ ആനുകൂല്യം ലഭിക്കുകയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ മാസം 8.6%, അതായത് കഴിഞ്ഞ 1.5 വർഷത്തെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുവാനായിട്ട് കൂടുതൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കണം. അപ്പോൾ അതാണ് ഇനിയുള്ള 1 വർഷത്തേക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രാമീണ മേഖലയിലും അതിന്റെ വ്യത്യാസം നമുക്ക് കാണാം. കാരണം ഗ്രാമീണ മേഖലയില് കൂടുതൽ ഡിമാൻഡ് വരുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോൾ എക്കോണമിയിലുണ്ട്. കാരണം ഇപ്പോൾ രാജ്യം മുൻപോട്ട് പോകുന്നത് മിഡിൽ ക്ലാസിനെ അല്ലെങ്കിൽ നഗരങ്ങളുടെ വികസനം കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലും കൂടെ വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ആണ് വേണ്ടിയത്. അപ്പോൾ അതിനുള്ള ചില നീക്കങ്ങൾ തീർച്ചയായിട്ടും ബജറ്റിലുണ്ട്. പിന്നെ നമ്മള് വിവിധ പദ്ധതി അലോക്കേഷനെ പറ്റി ഇപ്പോഴും കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റിന് ബജറ്റിന് അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ കാർഷിക മേഖലയ്ക്കാണെങ്കിലും കൂടുതൽ ആനുകൂല്യം നൽകുവാനായിട്ട് ഗവൺമെന്റിന്റെ ബജറ്റിന് പുറത്ത് തീർച്ചയായിട്ടും സാധ്യതയുണ്ടാവും. വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഇത്തവണത്തെ ബജറ്റില് 20 ലക്ഷം കോടിയാണ് ഫാം ക്രെഡിറ്റിന് വേണ്ടി മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു വലിയ തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കൂടുതൽ വായ്പകൾ അനുവദിക്കുവാനായിട്ട് ഗവൺമെന്റിന് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഞാൻ അങ്ങയിലേക്ക് ഒരു നിമിഷം മടങ്ങി വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം തയ്യാറാക്കിയൊരു ബജറ്റാണ് എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ മാത്രം കാണാനാകുമോ? ഇപ്പോൾ പല എക്കണോമിസ്റ്റുകളും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ഈ ബജറ്റിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. എന്തു തോന്നുന്നു ഷാനിമോൾ ഉസ്മാൻ? അല്ല, ഈ ബജറ്റ് സ്വാഭാവികമായും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പലതിനെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ രാജ്യം തൊഴിലില്ലായ്മ കൊണ്ട് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായകരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുമെന്ന് കരുതിയവർക്കൊക്കെ ഇപ്പോൾ വീണ്ടും തെറ്റി എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ, പട്ടിണിയുടെ കാര്യത്തിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിധി ഉയർത്തുന്നു, വായ്പ നൽകുന്നു. ഇതൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതേണ്ടതില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള, എനിക്കതിൽ പ്രധാനമായിട്ടും ആദ്യം തന്നെ ഞാൻ പറയേണ്ട വാചകം അതായിരുന്നു. ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 അക്കത്തിലേക്ക് GDP എത്തിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള സബ്കേ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞകാല ബഡ്ജറ്റുകളുടെ ഒരു ഓഡിറ്റിങ് നടത്തിയിട്ട് വേണം ഈ ബജറ്റിനെ വിലയിരുത്താൻ. അതിപ്പോൾ ഇപ്പോഴെന്നല്ല, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ വേണം. കഴിഞ്ഞ ഓരോ സമയത്തും വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരുപാട് പോപ്പുലിസ്റ്റ് പ്രോഗ്രാം പ്രഖ്യാപിക്കും. പക്ഷെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? കോവിഡ് വന്നു. സ്വാഭാവികമായും കോവിഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായി. അതിനെ നമുക്ക് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും അതൊക്കെ തന്നെ കടലാസിൽ നിലകൊള്ളുന്ന ഒരു അവസ്ഥ വിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നും വേണ്ട, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 1 രൂപ മാറ്റിവെക്കാൻ. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞോ? ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ പണം കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്ത് സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം വരികയാണ്. അപ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി UPA ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അതിനെ ഞെക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം
കഴിഞ്ഞ ഏറെക്കാലമായി തുടങ്ങി. ഒരു വേള ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായിട്ടും അങ്ങ് പിൻവലിക്കും, അത് ഇല്ലാതെയാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരെ പല കോണുകൾ നമ്മൾ കേൾക്കാനിട വന്നു. അപ്പോൾ ഇപ്പോഴും സത്യത്തിൽ ഇവിടുത്തെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഈ നിലവിലുള്ള ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന് കൂടുതൽ പണം മാറ്റിവെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടോ? ഷാനിമോൾ ഉസ്മാൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഒരു നിമിഷം. ബിനു ജോസഫ്, അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ സാധാരണക്കാരൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന പദ്ധതി, ഇതിലേക്കൊന്നും സംഭാവനകൾ ഇല്ല എന്നാണ് ഷാനിമോൾ ഉസ്മാന്റെ വിമർശനം. അത് എങ്ങനെ കാണുന്നു? ബിനു ജോസഫ്. ഓക്കെ, ഇതിനകത്ത് ബജറ്റ് ഡോക്യുമെന്റില് ഓരോ പദ്ധതികൾക്കുമുള്ള വ്യക്തമായിട്ടുള്ള വിവരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എല്ലാം ബജറ്റ് സ്പീച്ചിൽ വരണമെന്നില്ല. എന്നിരുന്നാലും ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഈ ബജറ്റ് ഫോക്കസ് ചെയ്യുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ എക്കോണമി മുൻപോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത്, മിഡിൽ ക്ലാസ്സിന് കൂടുതൽ ആനുകൂല്യം കൊടുക്കുവാനായിട്ട് ബജറ്റില് ശ്രമിക്കുന്നു, കാരണം ഇൻകം ടാക്സ് ഇളവുകൾ നിമിത്തം. 3, പുതിയ മേഖലകൾക്ക് ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഗ്രീൻ എനർജി, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതോടൊപ്പം നാച്ചുറൽ ഫാർമിങ്ങിന്. കാരണം കാർഷിക മേഖലയിലെ ആ ഒരു ഗതി തന്നെ മാറ്റുവാനായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളാണ്. അത് ഒരു വർഷം കൊണ്ട് സാധിക്കുന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം, അത്തരം പുതിയ ഇന്നോവേറ്റീവായ പദ്ധതികൾക്കൊക്കെ പ്രഖ്യാപനമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് മടങ്ങി വരാം. ശ്രീമതി മേരി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം ഇറക്കിയതാണെന്നാണ് ഷാനിമോൾ ഉസ്മാൻ്റെ ആരോപണം. അതിൽ സാധാരണക്കാരനായ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ഒന്നുമില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കാര്യമായി ഒന്നുമില്ല. മൺരേഗ പോലുള്ള പദ്ധതികളെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇത്തരം ആരോപണങ്ങളാണ് ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് തോന്നുന്നു, അത്തരത്തിൽ ഇതൊരു പോപ്പുലർ ബഡ്ജറ്റാണെന്ന് BJPയുടെ അവകാശവാദം പൊള്ളയാണോ? അതായത് ഈ ഒരു പോപ്പുലർ ബഡ്ജറ്റ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴേക്കും അത് എനിക്ക് എക്കോ വരുന്നു കേട്ടോ. അത് പരിഹരിക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പം ഈ ബഡ്ജറ്റ്, അതായത് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112-ാം അനുച്ഛേദ പ്രകാരം അതത് വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ പറ്റി ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്കുകളെ പറ്റി കൃത്യമായി പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം ബജറ്റ്. ഇന്നിപ്പോൾ 1.5 മണിക്കൂർ കഷ്ടിച്ചെടുത്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഒരു കാരണവശാലും ഈ സത്യത്തോട് നീതി പുലർത്തുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഭാഗികമായിട്ടെങ്കിലും നമുക്ക് യാതൊരു രൂപരേഖയും തരുന്നില്ല. വളരെ സന്നിഗ്ധമായ ചില കണക്കുകളും ചില കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് മുൻപോട്ട് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ ആ കാര്യം തന്നെ എടുക്കുക. അതായത് നേരത്തെ തന്നെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നത് ഇന്ത്യ പണപ്പെരുപ്പത്തിൻ്റെ പിടിയിലാണ്. തീർച്ചയായിട്ടും പണപ്പെരുപ്പത്തിൻ്റെ തോത് കുറച്ചു കൊണ്ടുവന്ന് അവരുടെ അനുവദനീയമായ ബാൻഡ്, അതായത് 2 മുതൽ 6% വരെ എന്നുള്ളതിൻ്റെ അടുത്ത് 5.75 ഒതുക്കിയിട്ടുണ്ട് പണപ്പെരുപ്പം. എന്നാൽ പോലും അസമത്വം വലിയ തോതിൽ പാവപ്പെട്ടവനാക്കുകയും ധനികനെ ധനികനാക്കുകയും ചെയ്ത കഴിഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത്. അതുകൊണ്ടാണ് ഓക്സ്ഫാം പുറത്തുവിട്ട അസമത്വ റിപ്പോർട്ടൊക്കെ നമ്മൾ കാണുന്നത്. അതും പോകട്ടെ. അപ്പോൾ ഈ പണപ്പെരുപ്പം, പോവർട്ടി, അസമത്വം, ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 6.7% തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ
ഇതിനു മുൻപ് സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി 8.3% തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയ തൊഴിലില്ലായ്മ നിരക്കാണ്. സാധാരണ 3% താഴെ നിൽക്കുന്ന തൊഴിലില്ലായ്മ നിരക്കാണ് 8.3, 6.9 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വലിയ ഈ 3 പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റവും പട്ടിണിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ബജറ്റ് ആകണം വരേണ്ടത് എന്ന് RSSകാർ പോലും ശ്രീമതി നിർമ്മല സീതാരാമന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷേ ശ്രീമതി മേരി ജോർജ്, ഓൺട്രപ്രണർഷിപ്പ്, സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ ഈ ബജറ്റിന്റെ പല പദ്ധതികളും? ഓൺട്രപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ അത് സമ്മതിക്കുന്നു, അതിലേക്ക് വരാം. ഉണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനു മുൻപ് ആ മൻരേഗയെ പറ്റി ഒരു വാചകവും കൂടി പറഞ്ഞോട്ടെ. 60,000 കോടിയാണ് അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 78,000 കോടി മാറ്റിവെച്ച് തികയാതെ വന്ന് 25,000 കോടി കൂടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1,03,000 കോടി ചെലവഴിച്ചത്. ആ സ്ഥാനത്ത് ഈ പ്രാവശ്യം 60,000 കോടിയെ വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മൻരേഗയെ അവഗണിച്ചു, അഥവാ തീരെ പാവപ്പെട്ടവരെ അവഗണിച്ചു എന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ MSME സെക്ടറിന് വലിയ ഊന്നൽ ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ അത് എങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ, MSME സെക്ടറാണ്, എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഒരു ഭാഗികമായി ഉത്തരം വരും. അതായത് സാധാരണക്കാർക്ക് തൊഴിൽ കൊടുക്കുക, തൊഴിൽ സൃഷ്ടിക്കുക, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക. ഇന്ത്യയിലെ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത്, അതായത് 90 മുതൽ 96% വരെ തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. അപ്പോൾ ഈ MSME സെക്ടറിന് ഊന്നൽ കൊടുത്തിരിക്കുന്നു. ആ MSME സെക്ടറിന് വഴിയായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ MSMEക്ക് നല്ല ഊന്നലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക 90,000 കോടി, അത് ഒരു വലിയ തുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും സാരമില്ല. കാരണം MSME നടത്തുന്നവർക്ക്, അതായത് നടത്തുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല, അത് നടത്തുന്നത് വ്യക്തികളാണ്, സ്വകാര്യ വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അതിന് പ്രോത്സാഹകമായ രീതിയിൽ സബ്സിഡികൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കുറച്ചുകൂടി ചീപ്പറായിട്ട് ലഭ്യമാക്കുക, ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ധർമ്മം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 90,000 കോടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു മാറ്റിവെക്കലാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. പിന്നെ തൊഴിൽ അപ്പോൾ അത് മാത്രവുമല്ല, നമ്മൾ ഗ്രീൻ എനർജി, അതായത് കാർബോഹൈഡ്രേറ്റ്സ് എമിറ്റ് ചെയ്യുന്ന തരം വ്യവസായങ്ങളെയും എനർജി സോഴ്സുകളെയും മാറ്റി ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജി, അതായത് സോളാർ പോലെയുള്ള ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജിയിലേക്ക് മാറാൻ വലിയ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അതാണ് വിശദാംശങ്ങളിലേക്ക് നിർമ്മല സീതാരാമൻ പോയിട്ടില്ല. അതേ സമയത്ത് നേരത്തെ കേട്ടുകേൾവി ഉണ്ടായിരുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് 160 ബില്യൺ രൂപയുടെ ഗ്രീൻ ബോൺസ്, സോവറിൻ ഗ്രീൻ ബോൺസ് ഇഷ്യൂ ചെയ്യുമെന്ന്. അതുണ്ടോ? അതൊന്നും ഈ ബജറ്റിൽ പറയുന്നില്ല. ശ്രീമതി മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരും. രണ്ട് പ്രമുഖരായ സ്ത്രീകൾ നമ്മുടെ പാനലിലുണ്ട് ഇന്നത്തെ ചർച്ചയിൽ. ഒന്ന് ഷാനിമോൾ ഉസ്മാൻ, രാഷ്ട്രീയ രംഗത്തും ശ്രീമതി മേരി ജോർജ് അക്കാഡമിക് രംഗത്തുമുള്ള 2 പ്രമുഖരായ സ്ത്രീകൾ. ഈ സർക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം നാരീശക്തി എന്നതായിരുന്നു. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഈ ഗവൺമെൻറ് നൽകും അത് അവരുടെ ഒരു മുദ്രാവാക്യമായി അവർ എല്ലാ കാലത്തും ഉയർത്തിപ്പറഞ്ഞിരുന്നു. നാരീശക്തി എന്നത് ഒരു സ്ലോഗനായി തന്നെ ഉയർത്തിപ്പിടിച്ചു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, സ്ത്രീകളെ ആ നിലയ്ക്ക് വലിയ തോതിൽ ആദരിക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ അതിൻ്റെ ബജറ്റിൽ ആ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? ഇതിനകത്ത് നാരീശക്തി, ഇതിപ്പോൾ എത്ര കാലം കൊണ്ട് നമ്മൾ പറയുന്നതാണ് ഈ സ്ത്രീ ശാക്തീകരണം. ഇവിടെ സത്യത്തിൽ എവിടെയാണ് സ്ത്രീ ശാക്തീകരണം നടക്കുന്നത്? സ്ത്രീ ശാക്തീകരണ രംഗത്ത് റിമാർക്കബിളായിട്ടുള്ള
ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് 73-74 ഭരണഘടനാ ഭേദഗതിയോടുകൂടി പിന്നെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വന്നപ്പോഴാണ്. ഞാൻ പറഞ്ഞത് അധികാരം കയ്യിൽ കിട്ടണമെന്നുള്ള സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് വേണമെന്നുള്ള അഭിപ്രായമുള്ളവരാണല്ലോ ഞാൻ അടക്കമുള്ള വനിതകളെല്ലാവരും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം പോലും ഒരു കാര്യത്തിലും കൊടുക്കാത്തൊരു ഗവൺമെൻറ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും 33% എന്ന് പറയുന്നത് പിന്നെ രാജ്യസഭയടക്കം പാസ്സാക്കി കഴിഞ്ഞ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ അത് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ ഭൂരിപക്ഷമില്ലാതെ മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇപ്പം മതിയായ ഭൂരിപക്ഷവും അത് കഴിഞ്ഞും ഭൂരിപക്ഷമുണ്ട്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ്, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ, ഇച്ഛാശക്തിയുള്ള ഒരു പാർട്ടിയാണ് ഈ ഇവിടെ രാജ്യം ഭരിക്കുന്നെങ്കിൽ ഒരു തർക്കവും വേണ്ട. ആ ആ നിയമം അങ്ങ് വരുത്തുമല്ലോ ഇവിടെ, ആ ബില്ലങ്ങ് പാസ്സാക്കുമല്ലോ ഇവിടെ. അപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമവും ഇവിടെ എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, നാരീശക്തി എന്ന് പറയുക ഒരു വർഷം രാവിലെ പല ചാനലുകളും ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് പെരുകി വരികയാണ്. എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ അതൊന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് ഗവൺമെൻറ് ഇടപെടുന്നത്? ചുമ്മാ നമ്മൾ നാരീശക്തി എന്നൊരു വശത്ത് പറയുക, ഒരു വശത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക, എല്ലാ സമയത്തും അപലപിക്കുന്ന ജോലിയാണ്. ഞങ്ങളൊന്നും ഇപ്പോൾ ഇത്തരം ചർച്ചകൾക്ക് പോകാതെ തന്നെയില്ല. മാനസികമായിട്ട് വലിയ മടുപ്പാണ് സത്യത്തിൽ. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. കാര്യം പറയേണ്ടത് ശ്രീമതി മേരി ജോർജ്, വിമൻ ഓൺട്രപ്രണർ, നമുക്കിപ്പോൾ ചുറ്റും കാണാം നിരവധി സ്ത്രീകൾ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നു. അവർ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. സ്ത്രീകൾ ഇന്ന് വീട്ടിൽ അടങ്ങി ഇരിക്കുന്ന നമ്മളുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിരിക്കുന്നു. അവർ കൂടുതൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം എന്ന നിലപാടെടുക്കുന്നു. പലരും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ്, കഴിവുള്ളവരാണ്, അവർ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു വിമൻ ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ രാജ്യത്ത് വലിയ പൊട്ടൻഷ്യലുള്ളൊരു മേഖലയാണ്. അതിനെ ഈ ബജറ്റ് നോക്കി കാണുന്നുണ്ടോ വേണ്ട രീതിയിൽ? അതിനെ ഒരു കാരണവശാലും ഈ ബജറ്റ് വേണ്ട പരിഗണന കൊടുത്ത് നോക്കി കാണുന്നില്ലെന്ന് മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദി ആദ്യം കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് ഒരു വലിയ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ കുടുംബശ്രീ മോഡൽ ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി എന്ത് ചെയ്തു? അതായത് കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ തോതിൽ കുടുംബശ്രീ പോലെയുള്ള മൈക്രോ എൻ്റർപ്രൈസസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് വേണ്ടത്ര പ്രാധാന്യമോ പ്രാമുഖ്യമോ കൊടുക്കുകയോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പം ഈ ബജറ്റ് തന്നെ എടുക്കുക. ഈ ബജറ്റിൽ 2 ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക്, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. മഹിളാ ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ വരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് 7.5% പലിശ തരും. ഈ ഒറ്റ സ്കീമാണ് സ്ത്രീക്ക് മാത്രം എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയത്ത് നമ്മളെ UN വിമൻ 2000-ലാണ് UN വിമൻ സ്ഥാപിതമാകുന്നത്. അതായത് UN തുടങ്ങിയ കാലം മുതൽ സ്ത്രീ വിവേചനം അവസാനിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 1980-കളിൽ ആ UN വിമൻ കണ്ടെത്തിയ അത് പറഞ്ഞതും എന്താണ്? UN വിമൻ അല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പറഞ്ഞത്, ലോകത്ത് ചെയ്യപ്പെടുന്ന ജോലിയിൽ 2/3 ചെയ്യുന്നത്, 2/3 ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ അതിന് കിട്ടേണ്ട കൂലിയുടെ 1/10 മാത്രമാണ് അവർക്ക് ലഭ്യമാകുന്നത്. ലോകത്തെ സമ്പത്തിൻ്റെ 100-1 മാത്രമാണ് സ്ത്രീകൾക്ക് ലഭ്യമാകുന്നത് എന്നാണ്. അപ്പോൾ അത്ര വലിയ വിവേചനം കണ്ടാണ് 2000 ആണ്ടിൽ UN വിമൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക സെക്ഷൻ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ശാക്തീകരണത്തിന് നമുക്ക് ഈ വിമർശനങ്ങൾക്ക് ഒരു മറുപടി കിട്ടേണ്ടതുണ്ട്. ശ്രീ പത്മനാഭൻ നമ്മളോടൊപ്പം ചേരുന്നു, BJP നേതാവ്. 2 പ്രമുഖരായ സ്ത്രീകൾ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണമാണ് ശ്രീ പത്മനാഭൻ. സ്ത്രീകൾക്ക് വേണ്ടി ഈ ബജറ്റ്, സ്ത്രീകൾ ഓൺട്രപ്രണറായ സ്ത്രീകൾക്ക് വേണ്ടി, സംരംഭകരായ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ഈ ബജറ്റിന് മുന്നോട്ട് വയ്ക്കാനില്ല. അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒന്നും മുന്നോട്ട് വയ്ക്കാനില്ല എന്നത്. ഒപ്പം തന്നെ മറ്റൊരാരോപണം ഷാനിമോൾ ഉസ്മാൻ ഉന്നയിക്കുന്നത്, ഈ മൻറേഗ പോലുള്ള പരിപാടികൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾക്ക് ഒന്നും
ഒരു പിന്തുണ ഈ ബജറ്റ് നൽകുന്നില്ല എന്നതാണ്. എന്താണ് അതിനുള്ള മറുപടി? ഞാൻ ആദ്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിന്റെ അലോക്കേഷനെ പറ്റി പറയാം. നോക്കൂ, നമ്മളെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. മുദ്ര ലോണിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. കഴിഞ്ഞ 8 വർഷമായി സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും മുദ്രയും സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തോണ്ട് വരികയാണ്. ആ പ്രോസസ് തുടങ്ങിയിട്ട് 8 വർഷമായി. ഇന്നിപ്പോ ആരംഭിച്ചത് ഒരു പുതിയ പദ്ധതി മാത്രമാണ്. അപ്പൊ സ്ത്രീകളായ സംരംഭകർക്ക് വേണ്ടി സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യ അവരെ നഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിവിടെ തുടർന്നുകൊടുക്കുക. അതിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ആ രീതിയിലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഉള്ളവർക്കാണ്. അതുപോലെ തന്നെ മുദ്രയിലും ഏതാണ്ട് 3/1 ലോണുകൾ സ്ത്രീകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പൊ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കൂടി ഈ ബഡ്ജറ്റിൽ വന്നു എന്ന് മാത്രമേ. പിന്നെ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി ഇല്ല എന്നാ. എന്തായി പറയുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം കോടി എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ലേ? ഇവിടെ ഹൈവേ നിർമ്മാണം, ഇവിടെ മറ്റു കാര്യങ്ങൾ നിർമ്മിക്കാൻ. പിന്നെ മൻരേഗ, കേരളത്തില് UPA സർക്കാർ പോകുമ്പോൾ 2014 മെയ് മാസം മൻരേഗയുടെ കൂലി 174 രൂപയാണ്. ഇപ്പൊ അത് 311 രൂപയാണ്. ഇന്ത്യ മുഴുവൻ വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലവസരങ്ങൾ ഏതാണ്ട് ഇരട്ടിയായിരിക്കുന്നു. ഇവര് ഏത് ലോകത്തായി കോൺഗ്രസ്സുകാർ ജീവിക്കുന്നത്? ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവിടെ ഏതായാലും ഞാൻ 3 അതിഥികളിലേക്ക് മടങ്ങി വരാം. നമുക്കൊരു ചെറിയ ഇടവേള ആവശ്യമായി വരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ 3 പേരിലേക്കും മടങ്ങി വരാം. ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ത് പ്രതിഫലനമുണ്ടാക്കുമെന്ന വിഷയമായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഒരുപക്ഷെ അങ്ങ് കേട്ടിരിക്കും. ശ്രീ പത്മനാഭൻ BJP നേതാവ്, അദ്ദേഹം വ്യക്തമാക്കിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ സർക്കാരിന് നേരത്തെ ഉണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കുന്നു. മൻരേഗ പദ്ധതിയിൽ ആളുകളുടെ ദിവസക്കൂലി അത് BJP സർക്കാർ ഉയർത്തിയിരിക്കുന്നു. UPA സർക്കാർ നൽകിയതിനേക്കാൾ ഇരട്ടി ആയി അത് ഉയർത്തിയിരിക്കുന്നു. മുദ്ര ലോണുകൾ നൽകുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒട്ടനവധി പദ്ധതികൾ സർക്കാർ നേരത്തെ നടപ്പിലാക്കിയിരിക്കുന്നു. അതിനോട് ചുവട് പിടിച്ച് 1-2 പദ്ധതികൾ കൂടി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അത് കോൺഗ്രസിന് സ്വീകാര്യമാണോ? അല്ല, അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ്സുകാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് വസ്തുതകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ പട്ടിണി സൂചികയിൽ ഇന്ത്യ 120ാമതാണ് 121ാമതാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരാണോ പറയുന്നത്? അതിൻ്റെ കണക്ക് നോക്കൂ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ, അതിനെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ആരാ പറയുന്നത്? CMIയുടെ കണക്ക് പ്രകാരമല്ലേ അൺഎംപ്ലോയ്മെൻറ്റ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്നത്. അതങ്ങനെ നമ്മളതിനകത്ത് പ്രതികരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം കൊടുത്തു. ഇവിടെ കൃത്യമായിട്ട് സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള ശ്രീമതി മേരി ജോർജ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞല്ലോ. അവരെന്താ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞതാണോ? അല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് കണക്കുകളായിട്ട് തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നും വേണ്ട. വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ബജറ്റ് വായിച്ചപ്പോൾ ഒരു തവണയെങ്കിലും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ ബജറ്റിൽ വിലക്കയറ്റത്തിൻ്റെ കെടുതി അനുഭവിക്കാത്തവരാരാ ഉള്ളത് ഈ നാട്ടിൽ? എപ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനയെക്കുറിച്ച് പറയും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന വരുന്നു, അത് ലോക മാർക്കറ്റിൽ കൂടുന്നു, ക്രൂഡിൻ്റെ വില കൂടുന്നു, അതിനനുസരിച്ച് ഇവിടെ കൂടുന്നു. അതൊക്കെ കറക്റ്റാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ ആയുധമുള്ളത്? ഇത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾക്കുണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമല്ലേ. കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുള്ള കെടുതി വളരെ വലുതാണ്. ശ്രീ പത്മനാഭനോട് അതിൻ്റെ ഒരു വിശദീകരണം കൂടി ചോദിച്ചിട്ട് ഞാൻ മേരി ജോർജിലേക്ക് വരാം. വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒക്കെ നാട് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ബജറ്റ് വിലക്കയറ്റത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന ഷാനിമോൾ ഉസ്മാന്റെ ചോദ്യം ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നാണ് ഷാനിമോൻ ഉസ്മാൻ പറയുന്നത്. എന്ത് പറയണം ശ്രീ പത്മനാഭൻ അതിന് മറുപടി?
താങ്കള് കൃഷ്ണരാജ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃഷ്ണരാജ് ആണെങ്കിൽ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ അടുത്ത് പണപ്പെരുപ്പ നിരക്കിന്റെ കണക്കുണ്ടല്ലോ, 5.2 അല്ലേ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പണപ്പെരുപ്പ നിരക്ക് 4 to 6 ആണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 7 to 8 ആയിരുന്നു. ഒരു പ്രാവശ്യം അത് 11% വരെ പോയിട്ടുണ്ട്. ഇവരാണ് വിലക്കയറ്റത്തെ പറ്റി നമ്മളോട് പറയുന്നത്. പിന്നെ ഇവര് ഈ പട്ടിണി സൂചിക പറഞ്ഞു. അവർ കാര്യം ചെയ്തേക്ക്, പട്ടിണി സൂചികയിൽ ഇന്ത്യയെക്കാൾ മുകളിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളുണ്ട്. അവിടേക്ക് പോയി നോക്കുന്നു, പാകിസ്ഥാനും ശ്രീലങ്കയും. നിങ്ങൾ ഈ പട്ടിണി സൂചികയിലെ ഇന്ത്യയെക്കാൾ 40 പോയിന്റ് മുകളിലാ ശ്രീലങ്ക. എന്താ പോന്നോ അങ്ങോട്ട്? അങ്ങോട്ട് പോന്നോ? ഞാൻ ഷാനിമോൾ ഉസ്മാൻ ആവശ്യമായ സമയം തരാം, ഇതിന് മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിന് മുമ്പ് ശ്രീമതി മേരി ജോർജിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശ്രീമതി മേരി ജോർജ്, അങ്ങ് ഒരു സാമ്പത്തിക വിദഗ്ധന, അക്കാഡമിക്കായി ഈ വിഷയങ്ങളെ പരിഗണിക്കും. ഇതിൽ ആരാണ് ശരി? ഇതിലോ അത് ഞാൻ ശരി ഉത്തരം പറയാം, അപ്പൊ അതിൽ ആരാ ശരിയെന്ന് മനസ്സിലാകുമല്ലോ. ശ്രീപത്മനാഭൻ, താങ്കൾ വിചാരിക്കുക, അതായത് ഇവിടെ മൻരേഗ തുടങ്ങിയപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുണ്ടായിരുന്ന കൂലി 180 രൂപയായിരുന്നു. അന്ന് കേരളത്തിൽ 202 രൂപ കൊടുത്തു. പിന്നെ ഈ കോവിഡ് കാലമായപ്പോഴത്തേക്കും ഓർമ്മിക്കണം, മൻരേഗ തുടങ്ങിയത് 2005-ലാണ്. ഏത് വർഷമാണ്? 2021-22-ലാണ് കോവിഡ് വരുന്നത്. ആ സമയം വരെ 6-7 വർഷം BJP ഭരിച്ചിട്ട് മൻരേഗയുടെ കൂലിയിൽ ഒരു വർധനവും ഉണ്ടായില്ല. അതേ സമയത്ത് 2001 കോവിഡ് വന്നപ്പോഴാണ് മൻരേഗയുടെ കൂലി. ഞാൻ പറഞ്ഞത് 101 ശരീരം, 101% ശരിയാ ഞാൻ പറഞ്ഞത്. ഇയാൾ പുറത്തിറങ്ങിയിട്ട് നോക്കണം. ആയിക്കോട്ടെ ശ്രീപത്മനാഭൻ, നമുക്ക് ആ ചർച്ച അതിലേക്ക് ഞാൻ വരാം. ഏതായാലും മേരി ജോർജ് അത് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത്, അതായത് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങേക്ക് സമയം തരാം. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് അവസരമുണ്ട്. മാർച്ച് മാസം 2020 ഒരു കാര്യം ഓർത്തെ, ഇയാൾ അംഗീകരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു മിനിറ്റ് ശ്രീപത്മനാഭൻ, ഒരല്പം സാവകാശം അവർ കൊടുക്കാം, അവർ പറയട്ടെ. എന്നിട്ട് ഞാൻ അങ്ങേക്ക് ആവശ്യത്തിനധികം സമയം തരാം. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ താങ്കളോട്, മിസ്റ്റർ പത്മനാഭൻ. അന്ന് 2014 ബാറ്റൺ കൈമാറിയപ്പോൾ, അതായത് പിന്നെ മൻമോഹൻ സിംഗിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്ക് ബാറ്റൺ കൈമാറിയപ്പോൾ ഇവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, ഉദാഹരണത്തിന് പെട്രോളിന്റെ വില എത്രയായിരുന്നു? ഇപ്പൊ എത്രയാണ്? അത് 793% വർധനവാണ് 2022 ആയപ്പോഴേക്കും ഉണ്ടായത്. അത് പിന്നെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന മാറ്റമല്ല. 790 ശരി, അത് 116 എത്ര ശതമാനം വർധനമാണ്? 104. എനിക്ക് കണക്കറിയില്ല. 72 എത്ര ശതമാനം വർധനമാണ്? 72 അല്ല, ബേസിക് പ്രൈസ്. ഞാൻ പറയുന്നത് മാർക്കറ്റ് പ്രൈസ്. ബേസിക് പ്രൈസ് നോക്കണം. 9.9 ഇപ്പൊ 104 ആണ്, അല്ലെ 105 ആണ്. അതിന്റെ കേന്ദ്ര നികുതി, ഞാൻ ഈ സാധനം ഇയർഫോൺ എടുത്തു വെച്ചിട്ട് പോകുമേ. അല്ല, ഒരു മിനിറ്റ് ശ്രീപത്മനാഭൻ, അല്ല ഒരു മിനിറ്റ്, അവർ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഇയർഫോൺ എടുത്തു വെച്ച് അങ്ങേക്ക് സമയം തരാം, അങ്ങേക്ക് ആവശ്യമുള്ള സമയം തരാം. അതായത് അന്ന് കേന്ദ്രം ചുമത്തിയിരുന്ന എക്സൈസ് തീരുവ 9.6 രൂപയായിരുന്നു. ഇന്ന് കേന്ദ്രം ചുമത്തുന്ന എക്സൈസ് തീരുവ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിന്റെ പെർസെൻറ്റേജ് ഡിഫറൻസ് കാണുക. സാമ്പത്തികം പഠിച്ചിട്ടുള്ള എന്നെ ഇയാൾ സിമ്പിൾ മാത്തമാറ്റിക്സ് പറഞ്ഞു തരണ്ട, അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് വേണം ഈ കണക്കൊക്കെ പറയാനിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ വയ്യെങ്കിലും എനിക്ക് താങ്കളുടെ ഈ ആക്രോശം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയാണ് അതായത് ഈ ബജറ്റിൽ പാവപ്പെട്ടവരെ സമുദ്ധരിക്കാൻ വേണ്ടി അന്ന് UPA ഗവൺമെൻറ് 2005 കൊണ്ടുവന്ന ആ മൻരേഗ പദ്ധതി, അതിൽ കൂലി വർധനവും ഇപ്പോഴും കേരളത്തിൽ 302 അല്ല,
ഓൾ ഇന്ത്യ തലത്തിൽ 302 ആണ്. അത് കോവിഡ് കാലത്ത് വർദ്ധിപ്പിച്ചതാണ്. അതല്ല, ഇപ്പോഴും കേരളത്തിൽ അതിൽ കൂടുതൽ കൊടുക്കുന്നു. ആ കൂടുതൽ കൊടുക്കുന്നത് കേരള ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്, അല്ലാണ്ട് കേന്ദ്രത്തിൽ നിന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി പദ്ധതികളൊക്കെ നോക്കുക. ഈ ബജറ്റിനെ ഞാൻ തീർത്തും തള്ളിക്കളയുന്നില്ല. പക്ഷേ മിസ്റ്റർ പത്മനാഭനൊക്കെ പറയുന്നത് പോലെ, അതായത് പിന്നെ ജനനി സുരക്ഷാ പദ്ധതി, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇങ്ങനെ 10ഓളം സ്ത്രീജന്യ പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഇതുവരെയുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികളുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയെ മാത്രം എടുത്താൽ മതി. അതിൻ്റെ ചെലവിൻ്റെ 80% അഡ്വർടൈസ്മെൻറ്റ്സിന് മാത്രം പോകുന്നുവെന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ. അപ്പോൾ എന്താണ് കാര്യം? അതായത് അതിനെ ഞാൻ തള്ളിക്കളയുകയല്ല. ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് പാൻ നമ്പർ ഒരു ദേശീയ ID ആയിട്ട് സ്വീകരിക്കുമെന്ന്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി പണം കളയാതെ ഈ 10 പദ്ധതികളും ഇന്ന് കൊണ്ടുവന്ന പദ്ധതിയും ഇതിലേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എന്ത് ഫണ്ടാണോ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവരുടെ പാൻ നമ്പറിലേക്ക് പണമായിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് പണം വേണ്ട, മിഡിൽ മാനിന് പൈസ കുറച്ച് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ട്. ശ്രീ പത്മനാഭൻ, ശ്രീമതി മേരി ജോർജ് ഉന്നയിക്കുന്നത് വിലക്കയറ്റമുണ്ട്, മൻരേഗ പദ്ധതിയിൽ ഉണ്ടായിട്ടുള്ള കൂലി വർധനവ് നാമമാത്രമാണ്, അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെയുള്ള വേണ്ടി സർക്കാർ ചിലവഴിക്കുന്നു എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും പരസ്യത്തിന് വേണ്ടിയാണ് എന്നാണ് അവരുടെ ഒരു ആരോപണം. അത് എന്താണ് അതിനുള്ള മറുപടി ശ്രീ പത്മനാഭൻ? അല്ല, എന്താണ് ഞാൻ പറയാൻ കാരണം, അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ മൻരേഗയുടെ കൂലി 2020 മാർച്ച് മാസം വരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മൻരേഗയെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. മൻരേഗയുടെ കൂലി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2015 വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 2017 വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 2018 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 260 ചില്ലാൻ രൂപയുള്ളപ്പോഴാണ് കോവിഡ് വരുന്നത്. ആ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് തുടങ്ങി, ഇപ്പൊ കോവിഡ് അവസാനിക്കുമ്പോൾ ഇപ്പൊ 311 രൂപയാണ്. ഈ 174 നിന്ന് 311 ആയത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടാണ്. എന്തായി പറയുന്നത്? മൻരേഗയുടെ കൂലി അല്ല, ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ വലിയൊരു ശതമാനം വെക്കുന്നത് എന്നാണ് മേരി ജോർജ് ആരോപിക്കുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ തെറ്റായി പറയുന്നത്. ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളൊന്നും സാമ്പത്തിക വിദഗ്ധന്മാരല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ്, താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പൂർണ്ണമായും പരസ്യത്തിലാണ്, അത്തരം എല്ലാം പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രീമതി മേരി ജോർജിൻ്റെ ആരോപണം. ഒപ്പം അതേസമയം അതല്ല എന്നാണ് ശ്രീ പത്മനാഭൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒട്ടനവധി ലോൺ പദ്ധതികൾ, മുദ്രാ ലോൺ ആകട്ടെ, അതുപോലെ ഒട്ടനവധി പദ്ധതികളാകട്ടെ, അതെല്ലാം സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ നടപ്പിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദവും. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അല്ല, ശ്രീമതി മേരി ജോർജ് കേരളത്തിലും പുറത്തും കേരളത്തിനകത്തും പുറത്തും പക്ഷം പിടിച്ചുകൊണ്ട് ശ്രീമതി മേരി ജോർജ് അഭിപ്രായം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് അല്പം എതിരായി വരുന്നു എന്ന് കാണിക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അക്കാഡമിക്കായിട്ട് ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒക്കെ എന്ത് റിസൾട്ടാണ് അതിനുണ്ടായിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ മറ്റ് സാമൂഹിക ഇടപെടലുകളിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന പല സംസ്ഥാനങ്ങളിലെ കണക്കെന്നെടുത്ത് വെച്ച് നോക്കിക്കേ. ഇവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം, ഇപ്പോൾ എന്ത് പറഞ്ഞാലും UPA ഗവൺമെൻറ് കാലഘട്ടത്തിലേക്ക് പോകുന്നു. UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായെന്നൊന്ന് ആലോചിച്ച് നോക്കണം. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണം ഇപ്പോഴും പറയുന്നത് പിന്നോട്ട് നോക്കൂ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സിഗ്നേച്ചറുള്ള ഏതാണൊരു പ്രോഗ്രാം പറയൂ.
ഈ ഇന്ത്യയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സിഗ്നേച്ചറുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നോട്ട് നിരോധനമാണ്. അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഗുണമോ ദോഷമോ അല്ലെങ്കിൽ കോടതി വിധി അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധനം എന്ന് പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രീ സാമ്പത്തിക വിദഗ്ധൻ നിർമ്മല ഇത് കഴിയാം, നമ്മുടെ സമയം അവസാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ ശ്രീ നിർമ്മൽ എബ്രഹാമിന് 1 മിനിറ്റ് സമയം കൊടുക്കുകയാണ്. ഈ വാദങ്ങളിൽ നിർമ്മൽ എബ്രഹാം ഏത് പക്ഷം പിടിക്കുന്നു? സ്ത്രീകളുടെ വികസനം ഉറപ്പാക്കാൻ, മൻരേഗ പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മിനിറ്റേ നമുക്കുള്ളൂ നിർമ്മൽ. കോൺട്രവേഴ്ഷ്യൽ ഡിസ്കഷനിൽ കടക്കാൻ താല്പര്യമില്ലെങ്കിലും ഓക്കെ, ശ്രീ ബിനു ജോസഫ് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇവിടെ ഈ ബജറ്റിന്റെ ഫോക്കസ് അതിലേക്കല്ല എന്നത് വളരെ കൃത്യമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ 45 കോടി മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മധ്യവർഗത്തിന് കൂടുതൽ ആനുകൂല്യം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതെ, ഏതായാലും വളരെ നന്ദി. ഞാൻ ശ്രീ പത്മനാഭനിലേക്ക് 1 മിനിറ്റ് കൂടി ഞാൻ അങ്ങേക്ക് തരാം. ഇത്രയും ആളുകൾ മൊത്തമായ ആരോപണം ഉന്നയിച്ചൊരു സാഹചര്യത്തിൽ മറുപടി പറയാൻ ശ്രീ പത്മനാഭൻ. അല്ല, ഈ രാജ്യത്ത് അഴിമതി ഇല്ലാത്തൊരു ഗവൺമെന്റ്, ഈ രാജ്യത്ത് കൃഷിക്കാർക്ക് ആദ്യമായി ഇടനിലക്കാരില്ലാണ്ട് ഡയറക്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ഈ രാജ്യത്ത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് നൽകുന്ന ഒരു ഗവൺമെന്റ്, 3 കോടിയോളം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെയാണ് ഈ കുറ്റം പറയാൻ ഇരിക്കുന്നത്. വളരെ നന്ദി അതിഥികൾ, ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ, അതുപോലെ ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ പത്മനാഭൻ, ബിനു ജോസഫ്, ഷാനിമോൾ ഉസ്മാൻ എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവ് കൊണ്ട് അതിഥികൾക്ക് പൂർണ്ണമായും അവരുടെ വാദങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മറ്റൊരവസരത്തിൽ ഈ ചർച്ച തുടരാം. ഏതായാലും ഈ ചർച്ച താൽക്കാലികമായി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.